എങ്ങോട്ടാ? ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നലെ മോളെ അംഗനവാടിയിൽ പറഞ്ഞയച്ചു, ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം പോകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലേനു. കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് 11:30 ആയപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. പക്ഷെ പിന്നെ ടീച്ചർ വിളിച്ച് പറഞ്ഞ് അവൾ ഭയങ്കര കരച്ചിലാണ്, ടീച്ചർ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോയി. അതിപ്പോൾ ഒക്കെ കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തത്. കുറച്ച് ദിവസം അങ്ങനെ ചെയ്താലേ അവൾ ഓക്കെ ആവുള്ളൂ എന്ന് പറഞ്ഞു. ഒക്കെ അധികം പരിചയമില്ലാത്ത ആൾക്കാരോടൊന്നും അധികം സംസാരിക്കാനോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. അംഗനവാടിയിൽ നിന്ന് വന്ന് കുറച്ച് നേരം ഉറങ്ങി. പിന്നെ വൈകുന്നേരം മോനെ വന്നതിന് ശേഷം ഓൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ, ഓന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ വൈകുന്നേരത്തേക്കൊന്നും ബേക്കറി ഐറ്റംസ് ഒന്നും അധികം വാങ്ങി വെക്കലില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ്. പിന്നെ മോനാണെങ്കിൽ അധികം കറികളൊന്നും കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാരറ്റൊക്കെ എങ്ങനെയെങ്കിലും ഉള്ളിൽ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് ക്യാരറ്റ് കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കേക്ക് പോലെ അല്ലെങ്കിൽ ദോശ ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. 2 കോഴിമുട്ടയും 1 ക്യാരറ്റും ഏലക്കായും കുറച്ച് ശർക്കര ഇട്ട് മിക്സിയിലിട്ട് നല്ലോണം അരിച്ചെടുത്തതാണ്, ദോശ ബാറ്ററിൻ്റെ ഒരു പാകത്തിന്. എന്നിട്ട് അത് പാനിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. ഇന്ന് രാവിലെ മോളെ കൊണ്ടുപോയി ആക്കലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്നതിനിടയിൽ ഓല് രണ്ടാളും എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഓനെ എൻ്റെ അടുത്ത് ഇരുത്തിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഒന്ന് കഴുകി തന്നുവിടടാ, അമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനുണ്ടല്ലോ അമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ, ഞാൻ കഴുകി തരാം കേട്ടോ എന്ന് പറഞ്ഞ് കഴുകുകയാണ് കേട്ടോ. അതൊക്കെ നല്ല വൃത്തിയിൽ തന്നെ കഴുകും കേട്ടോ. ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്ത് ശീലിക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്, ചെറിയ ചെറിയ പാത്രങ്ങളേ ഉള്ളൂ, അപ്പോൾ അത് ഓനൊന്ന് ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാനും സമ്മതിച്ചതാണ്. ഇതിങ്ങനെ ദോശ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ കൊടുക്കലാണ് ഞാൻ സാധാരണ ചെയ്യൽ. അപ്പോൾ ഊട്ടിയിൽ പോയപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ചോക്കോ ചിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓലൊന്ന് ആകർഷിക്കാൻ വേണ്ടി അതങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അതും വെച്ച് കൊടുക്കുകയാണ്. സാധാരണ അങ്ങനെയൊന്നും വെച്ച് കൊടുക്കലില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ എന്തായാലും ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും മക്കൾക്ക് കൊടുത്ത് ശീലിപ്പിക്കലില്ല കേട്ടോ. ഇതന്ന് അവിടുന്ന് കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ വാങ്ങിയതായിരുന്നു. ഓൽക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്തോണേ, രണ്ടാൾക്കും ഇഷ്ടമാണ്. മോൻ ആദ്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ടായിരുന്നു ഇത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ചോദിക്കുകയും ചെയ്ത്, കുറേ ആയല്ലോ ഉണ്ടാക്കി തന്നിട്ട്, എന്താ ഉണ്ടാക്കാത്തതെന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്ത്. പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ കഴുകി വെച്ചാണ്. നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടിയല്ലേ കഴുകിയാൽ വൃത്തിയാവുമെന്നൊക്കെ, പക്ഷേ അതാ നല്ലോണം തന്നെ തേച്ച് ഉരച്ച് കഴുകി വെച്ചാണ് കേട്ടോ. എങ്കിലും മക്കളെ ചെറിയ പ്രായത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് ശീലിപ്പിക്കണ്ടേ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താണ് ഒരു സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ചെറുതൊക്കെ ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ച്, ചിലപ്പോൾ എന്നോട് ഞാൻ തുടക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡൈനിങ് ഹാളിലാണ് ഞാൻ തുടച്ചിട്ട് പുറത്തെത്തുമ്പോൾ പുറത്ത് ഓന് തുടയ്ക്കാൻ കൊടുക്കും, കൊലായിൽ തുടക്കാനും ഓന് കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അങ്ങ് തുടച്ചാൽ മതിയല്ലോ, അങ്ങനെ കൊടുക്കലാണ്. അപ്പോൾ ഓൽക്കും ഇപ്പോഴേ ചോദിക്കുമ്പോൾ കൊടുത്താലല്ലേ പിന്നെ നമ്മൾ പറയുമ്പോൾ ചെയ്തു തരുള്ളൂ അല്ലേ.